കുട്ടികളെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് ജിനു കാർട്ട എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഒരു ലെഡ്ജർ എങ്ങനെ തയ്യാറാക്കാം, പ്രദർശിപ്പിക്കാം, എഡിറ്റ് ചെയ്യാം, നീക്കം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു ഇടപാട് ജിനു കാർട്ടയിൽ രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. വൗച്ചർ എന്ന ഡോക്യുമെൻറ്റിലൂടെയാണ് ഒരു ഇടപാട് രേഖപ്പെടുത്തുന്നത്. സ്ഥാപനത്തിൻ്റെ ദൈനംദിന ഇടപാടുകൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് വൗച്ചർ. Voucher is a document used to enter day-to-day transactions in ജിനു കാർട്ട. ജിനു കാർട്ടയിലെ ദൈനംദിന ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് വൗച്ചർ. ഈ വൗച്ചറിലൂടെ ഇടപാട് രേഖപ്പെടുത്തുന്നതിനെയാണ് വൗച്ചർ എൻട്രി എന്ന് പറയുന്നത്. ഒരു ഇടപാട് വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്നതിനെയാണ് വൗച്ചർ എൻട്രി എന്ന് പറയുന്നത്. എൻറ്ററിങ് ട്രാൻസാക്ഷൻസ് ത്രൂ വൗച്ചർ ഈസ് കാൾഡ് വൗച്ചർ എൻട്രി. വൗച്ചറിലൂടെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിനെയാണ് വൗച്ചർ എൻട്രി എന്ന് പറയുന്നത്. While recording a transaction in voucher, the debit aspect of the transaction is recorded first, and then credit aspect is recorded. While recording a transaction in voucher, the debit aspect of the transaction is recorded first and then credit aspect is entered. വൗച്ചറിൽ ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമയം ഇടപാടിലെ ഡെബിറ്റ് ആസ്പെക്റ്റ് ആദ്യം രേഖപ്പെടുത്തുന്നു, തുടർന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റ് രേഖപ്പെടുത്തുന്നു. വൗച്ചറിൽ ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമയം ഇടപാടിലെ ഡെബിറ്റ് ആസ്പെക്റ്റ് ആദ്യം രേഖപ്പെടുത്തുന്നു, തുടർന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റ് രേഖപ്പെടുത്തുന്നു. ജിനു കാർട്ടയിൽ ദൈനംദിന ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് വൗച്ചർ. വൗച്ചർ എൻട്രി. വൗച്ചറിലൂടെ ഇടപാട് രേഖപ്പെടുത്തുന്നതിനെ വൗച്ചർ എൻട്രി എന്ന് വിളിക്കുന്നു. വൗച്ചറിൽ ഒരു ഇടപാട് രേഖപ്പെടുത്തുമ്പോൾ ഇടപാടിൻ്റെ ഡെബിറ്റ് ഘടകം, ഡെബിറ്റ് ആസ്പെക്റ്റ് ആദ്യം രേഖപ്പെടുത്തുകയും പിന്നീട് ക്രെഡിറ്റ് ഘടകം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ജിനു കാർട്ട ഹാസ് 10 പ്രീ-ഡിഫൈൻഡ് വൗച്ചർ ടൈപ്സ്. ജിനു കാർട്ടയിൽ സിസ്റ്റം തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വൗച്ചർ ടൈപ്പുകൾ 10 എണ്ണമുണ്ട്. ഈ വൗച്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. സ്ഥാപനത്തിൽ നടന്നു കഴിഞ്ഞ ഇടപാടുകളുടെ ഉറവിട രേഖയുടെ, അതായത് സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വൗച്ചർ എൻട്രി നടത്തുന്നത്. ഒരു ഇടപാട് വൗച്ചറിലൂടെ രേഖപ്പെടുത്തുമ്പോൾ വൗച്ചർ നമ്പർ, ഇടപാട് നടന്ന തീയതി, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് അതിൻ്റെ തുക, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് അതിൻ്റെ തുക, നരേഷൻ ചുരുക്കിയ വിവരണം എന്നിവ കൂടി വൗച്ചറിൽ നമ്മൾ നൽകേണ്ടതുണ്ട്. ഒരു സ്ഥാപനത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട്. ജിനു കാർട്ട ഹാസ് 10 പ്രീ-ഡിഫൈൻഡ് വൗച്ചർ ടൈപ്പ്. ജിനു കാർട്ടയ്ക്ക് 10 മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള വൗച്ചർ ടൈപ്പുകളുണ്ട്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ നടന്ന ഇടപാടുകളുടെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള വൗച്ചറുകളാണ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി 10 തരത്തിലുള്ള വൗച്ചർ ടൈപ്പുകൾ സിസ്റ്റം തന്നെ, അതായത് ജിനു കാർട്ട തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ വൗച്ചർ ടൈപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. ഈ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾ ഏതെല്ലാം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വൗച്ചർ ടൈപ്പ് സിസ്റ്റം നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വൗച്ചർ ടൈപ്പുകൾ ഇവയാണ്. ഒന്ന്, റെസിപ്റ്റ് വൗച്ചർ. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ F4 ആണ്. F4. പേയ്മെൻറ്റ് വൗച്ചർ, F5. സെയിൽസ് F6, F6. പർച്ചേസ് വൗച്ചർ
F7, purchase F7, contra voucher F8, contra F8, journal voucher F9, F9, sales return control +1, control അതുപോലെ തന്നെ കൺട്രോൾ കീയും 1 കീയും പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിൽസ് റിട്ടേൺ ആക്റ്റീവ് ആക്കാം. പർച്ചേസ് റിട്ടേൺ കൺട്രോൾ +2, ക്രെഡിറ്റ് നോട്ട് കൺട്രോൾ +3, ഡെബിറ്റ് നോട്ട് കൺട്രോൾ +4. ഇങ്ങനെ 10 തരത്തിലുള്ള വൗച്ചറുകൾ സിസ്റ്റം നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. പേയ്മെൻറ്റ് വൗച്ചർ. പേയ്മെൻറ്റ് വൗച്ചർ. It is a voucher used to record all cash and bank payments. It is a voucher used to record all cash and bank payment. ക്യാഷ്, ബാങ്ക് മുഖേനയുള്ള എല്ലാ നൽകലുകളും, ബാങ്ക് ക്യാഷ് മുഖേനയുള്ള എല്ലാ നൽകലുകളും രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് പേയ്മെൻറ്റ് വൗച്ചർ. ഇതിലൂടെ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. പെയ്ഡ് എക്സ്പെൻസ്, ചെലവുകൾ കൊടുത്തു, ജേണൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. പെയ്ഡ് എക്സ്പെൻസ് ബൈ ചെക്ക്, പെയ്ഡ് എക്സ്പെൻസ് ബൈ ചെക്ക് വരുന്ന ജേണൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ഓർ ബാങ്ക് എപ്പോഴും ഈ വൗച്ചറിൽ ക്രെഡിറ്റ് ആയിരിക്കും വരിക. പർച്ചേസ്ഡ് ഫിക്സഡ് അസറ്റ്സ്, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ്ഡ് ഫിക്സഡ് അസറ്റ് ബൈ ചെക്ക്, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ഓർ ചെക്ക് ഇഷ്യൂഡ് ടു ക്രെഡിറ്റർ, ക്യാഷ് ഓർ ചെക്ക് ഇഷ്യൂഡ് ടു ക്രെഡിറ്റർ. ക്രെഡിറ്റർക്ക് ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് നൽകി, ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു cash or bank account, cash or bank account. Withdrew cash for personal use, withdrew cash for personal use. Drawing account debit to cash account, drawing account debit to cash account. Withdrew cash from bank for personal use. Withdrew cash from bank for personal use. Drawing account debit to bank account. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകളെല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നത് പേയ്മെൻറ്റ് വൗച്ചറിലൂടെയാണ്. പേയ്മെൻറ്റ് വൗച്ചർ ക്യാഷ്, ബാങ്ക് മുഖേനയുള്ള എല്ലാ നൽകലുകളും രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് പേയ്മെൻറ്റ് വൗച്ചർ. ഇനി റെസിപ്റ്റ് വൗച്ചർ. എന്താണ് റെസിപ്റ്റ് വൗച്ചർ? ഇറ്റ് ഇസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്യാഷ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ്. ഇറ്റ് ഇസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്യാഷ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ്സ്. ക്യാഷ്, ബാങ്ക് മുഖേനയുള്ള വരവുകൾ, എല്ലാ വരവുകളും രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് റെസിപ്റ്റ് വൗച്ചർ. ക്യാഷ്, ബാങ്ക് മുഖേനയുള്ള എല്ലാ വരവുകളും രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് റെസിപ്റ്റ് വൗച്ചർ. ഇവിടെ ക്യാഷ് ഓർ ബാങ്ക് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും വരിക, ഡെബിറ്റ് ആയിരിക്കും വരിക. ഈ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ് വന്നു, അങ്ങനെയാണെങ്കിൽ റെസിപ്റ്റ് വൗച്ചർ. റിസീവ്ഡ് ഇൻകം, വരുമാനം കിട്ടി, റെൻ്റ് കിട്ടി, കമ്മീഷൻ കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി, അതുപോലെ തന്നെ ബ്രോക്കറേജ് കിട്ടി, പലിശ കിട്ടി, ഇങ്ങനെ വരുന്ന ഇനങ്ങൾ. ഇവിടെ വരുന്ന ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻകം അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ് വന്നു, അത് വരവാണ്. അതുപോലെ തന്നെ സോൾഡ് ഫിക്സഡ് അസറ്റ് ഫോർ ക്യാഷ് ഓർ ചെക്ക്. ഫിക്സഡ് അസറ്റ് ക്യാഷ് അല്ലെങ്കിൽ ചെക്കിന് വിറ്റു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട്. ക്യാഷ് ഓർ ചെക്ക് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ. ഡെപ്റ്ററിൽ നിന്ന് ക്യാഷ് ഓർ ചെക്ക് കിട്ടി, ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് കിട്ടി. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റർ അക്കൗണ്ട്. Cash account debit to debtor account. A customer directly remitted into our bank. ഒരു കസ്റ്റമർ നേരിട്ട് ബാങ്കിലേക്ക് പണമടച്ചു. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമർ അക്കൗണ്ട്. ബാങ്ക് അലൗഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ബാങ്ക് അലൗഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ജേണൽ എൻട്രി എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട്.
ഇവിടെ റെസിറ്റ് വൗച്ചറിൽ ക്യാഷ് ഓർ ബാങ്ക് എല്ലായ്പ്പോഴും ഡെബിറ്റ് ആണ് വരിക. അങ്ങനെ ക്യാഷ് ഓർ ബാങ്ക് ഡെബിറ്റ് വരികയാണെങ്കിൽ അത് റെസിറ്റ് വൗച്ചറിലൂടെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതേസമയം ക്യാഷ് ഓർ ബാങ്ക് ക്രെഡിറ്റ് വരികയാണെങ്കിൽ അത് നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലൂടെയാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് കോൺട്രാ വൗച്ചർ. കോൺട്രാ വൗച്ചർ ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. It is a voucher used to record all transactions between cash account and bank account. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് കോൺട്രാ വൗച്ചർ. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് കോൺട്രാ വൗച്ചർ. ഇവിടെ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇങ്ങനെ വരുന്ന ഇത്തരത്തിലുള്ള ഇടപാടുകളാണ് ഈ വൗച്ചറിലൂടെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് കോൺട്രാ വൗച്ചർ. ഇതിലൂടെ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഇടപാടുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചു, ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ ചെക്ക് നിക്ഷേപിച്ചു, ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ചെക്ക് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ, കളക്ഷന് വേണ്ടി ചെക്ക് ബാങ്കിലേക്ക് അയച്ചു, ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു, ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷും ബാങ്കും വന്നു, അങ്ങനെയെങ്കിൽ കോൺട്രാ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ചെക്ക് ഓഫ് വൺ ബാങ്ക് ഡെപ്പോസിറ്റഡ് ഇൻ അനദർ ബാങ്ക്, ഒരു ബാങ്കിലെ ചെക്ക് മറ്റൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു ബാങ്കിലെ ചെക്ക് മറ്റൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് ഓർ ചെക്ക് ഇഷ്യൂഡ് ടു പെറ്റി കാഷ്യർ. ക്യാഷ് ഓർ ചെക്ക് ഇഷ്യൂഡ് ടു പെറ്റി കാഷ്യർ, ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് പെറ്റി കാഷ്യർക്ക് നൽകി. ഇത്തരത്തിലുള്ള ഇടപാടുകളാണ് കോൺട്രാ വൗച്ചറിലൂടെ രേഖപ്പെടുത്തേണ്ടത്. പർച്ചേസ് വൗച്ചർ. പർച്ചേസ് വൗച്ചർ ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ പർച്ചേസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഗുഡ്സ്. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ പർച്ചേസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഗുഡ്സ്. സാധനങ്ങളുടെ പർച്ചേസ് ഇടപാടുകൾ, എല്ലാ പർച്ചേസ് ഇടപാടുകളും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് പർച്ചേസ് വൗച്ചർ. സാധനങ്ങളുടെ എല്ലാ വാങ്ങലുകളുടെയും ഇടപാട് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് പർച്ചേസ് വൗച്ചർ. സാധനങ്ങളുടെ എല്ലാ വാങ്ങലുകളുടെയും ഇടപാട് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് പർച്ചേസ് വൗച്ചർ. സാധനങ്ങൾ കടത്തിന് വാങ്ങി, അതോടൊപ്പം സാധനങ്ങൾ റൊക്കമായി വാങ്ങി. ഇതാണ് ഈ വൗച്ചറിലൂടെ രേഖപ്പെടുത്താവുന്ന ഇടപാടുകൾ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് സാധനങ്ങൾ വാങ്ങി. പർച്ചേസ്ഡ് ഗുഡ്സ് ക്യാഷ്, ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. മറ്റൊന്ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി, രവിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രവി, ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു രവി അക്കൗണ്ട്. ഇവിടെ പർച്ചേസ് വൗച്ചറിൽ എല്ലായ്പ്പോഴും ഡെബിറ്റ് പർച്ചേസ് ആയിരിക്കും വരിക. സാധനങ്ങളുടെ എല്ലാ വാങ്ങലുകളുടെയും ഇടപാട് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് പർച്ചേസ് വൗച്ചർ. അടുത്ത് വന്നതാണ് സെയിൽസ് വൗച്ചർ. സെയിൽസ് വൗച്ചർ ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ സെയിൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഗുഡ്സ്. It is a voucher used to record all sale transactions of goods. സാധനങ്ങളുടെ എല്ലാ വിൽപ്പന ഇടപാടുകളും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് സെയിൽസ് വൗച്ചർ. സാധനങ്ങളുടെ എല്ലാ വിൽപ്പന ഇടപാടുകളും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് സെയിൽസ് വൗച്ചർ. റൊക്കമായും കടമായുമുള്ള സാധനങ്ങളുടെ വിൽപ്പന രേഖപ്പെടുത്താനാണ് ഈ വൗച്ചർ ഉപയോഗിക്കുന്നത്. ഈ വൗച്ചറിലൂടെ നമ്മൾ രേഖപ്പെടുത്തുന്നത് രണ്ട് ട്രാൻസാക്ഷനാണ്. ഒന്ന്
സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. 2, സോൾഡ് ഗുഡ്സ് ടു കസ്റ്റമർ ഓൺ ക്രെഡിറ്റ്, കടത്തിന് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിറ്റു. സോൾഡ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിറ്റു. ഇങ്ങനെ ജേണൽ എൻട്രി കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ഈ ഇടപാടിൽ സെയിൽസ് ക്രെഡിറ്റ് ആയിരിക്കും എപ്പോഴും വരിക. സെയിൽസ് വൗച്ചറിൽ എപ്പോഴും ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. എന്താണ് സെയിൽസ് വൗച്ചർ? സാധനങ്ങളുടെ എല്ലാ വിൽപ്പന ഇടപാടുകളും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് സെയിൽസ് വൗച്ചർ. പർച്ചേസ് റിട്ടേൺ വൗച്ചർ അടുത്തതായി വരുന്നത് പർച്ചേസ് റിട്ടേൺ വൗച്ചർ. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയേഴ്സ്. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയേഴ്സ്. വിതരണക്കാർക്ക് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് പർച്ചേസ് റിട്ടേൺ വൗച്ചർ. വിതരണക്കാരന് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് പർച്ചേസ് റിട്ടേൺ വൗച്ചർ. ഈ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയർ. ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയർ എന്ന ട്രാൻസാക്ഷനാണ് ഈ വൗച്ചറിലൂടെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഗുഡ്സ് റിട്ടേൺഡ് ടു സപ്ലയർ, പർച്ചേസ് റിട്ടേൺ വൗച്ചർ. സപ്ലയർക്ക് തിരികെ നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് പർച്ചേസ് റിട്ടേൺ വൗച്ചർ. അടുത്തത് സെയിൽസ് റിട്ടേൺ വൗച്ചർ. സെയിൽസ് റിട്ടേൺ വൗച്ചർ. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. കസ്റ്റമർ മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് സെയിൽസ് റിട്ടേൺ വൗച്ചർ. കസ്റ്റമർ മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് സെയിൽസ് റിട്ടേൺ വൗച്ചർ. ഇതിലൂടെ രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻ ഇതാണ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. കസ്റ്റമർ സാധനങ്ങൾ മടക്കി നൽകി. ഇത്തരത്തിലുള്ള ഈ ഇടപാടാണ് സെയിൽസ് റിട്ടേൺ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്നത്. സെയിൽസ് റിട്ടേൺ വൗച്ചറിൽ എപ്പോഴും സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആയിരിക്കും വരിക. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആയിരിക്കും. ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് വൗച്ചർ. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ദ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഗിവൺ ബൈ സപ്ലയർ. It is a voucher used to record the reduction in the price given by a supplier. ഒരു സപ്ലയർ നൽകിയ വിലയിലെ കിഴിവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് ഡെബിറ്റ് നോട്ട് വൗച്ചർ. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ദ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഗിവൺ ബൈ എ സപ്ലയർ. ഒരു വിതരണക്കാരൻ ചുമത്തിയ വിലയിലെ കിഴിവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട്. ഇവിടെ വരുന്ന ട്രാൻസാക്ഷൻ ഇതാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം സപ്ലയർ. സപ്ലയറിൽ നിന്നും ഡിസ്കൗണ്ട് കിട്ടി. സപ്ലയറിൽ നിന്നും ഡിസ്കൗണ്ട് കിട്ടി. ജേണൽ എൻട്രി വരുന്നത് ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്. ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്. സപ്ലയർക്ക് പണം നൽകുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ അദ്ദേഹം നമ്മൾക്ക് ഡിസ്കൗണ്ട് തരാം, ക്യാഷ് ഡിസ്കൗണ്ട് തരാം. അത് നമ്മളെ സംബന്ധിച്ച് വരുമാനമാണ്. അങ്ങനെ സപ്ലയർക്ക് നൽകിയ തുകയിൽ അദ്ദേഹം കിഴിവ് അല്ലെങ്കിൽ കുറവ് വരുത്തുന്നുവെങ്കിൽ ആ കിഴിവ് രേഖപ്പെടുത്താനാണ് ഈ വൗച്ചർ ഉപയോഗിക്കുന്നത്, ഡെബിറ്റ് നോട്ട് വൗച്ചർ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് വന്നത് ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട്. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ദ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ചാർജ്ഡ് ടു കസ്റ്റമർ. It is a voucher used to record the reduction in the price charged to a customer. ഒരു കസ്റ്റമറിൽ ചുമത്തിയ വിലയിലെ കിഴിവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് ക്രെഡിറ്റ് നോട്ട്. ഒരു ഉപഭോക്താവിന് ചുമത്തിയ വിലയിൽ
കിഴിവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് ക്രെഡിറ്റ് നോട്ട്. കസ്റ്റമർക്ക് ചുമത്തിയ വിലയിൽ കിഴിവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് ക്രെഡിറ്റ് നോട്ട്. ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് അനുവദിച്ചു. ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് അനുവദിച്ചു. വരുന്ന ജേണൽ എൻട്രി ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമർ അക്കൗണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമർ അക്കൗണ്ട്. ജേണൽ വൗച്ചർ അവസാനത്തേതാണ് ജേണൽ വൗച്ചർ. ഇറ്റ് ഈസ് എ വൗച്ചർ യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. It is a voucher used to record all non-cash transaction. എല്ലാ ക്യാഷ് ഇതര ഇടപാടുകളും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് ജേണൽ വൗച്ചർ. എല്ലാ ക്യാഷ് ഇതര ഇടപാടുകളും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് ജേണൽ വൗച്ചർ. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇല്ലാത്ത ഇടപാടുകൾ, ക്യാഷ് അക്കൗണ്ട് ഉൾപ്പെടാത്ത ഇടപാടുകളെയൊക്കെ നമുക്ക് ക്യാഷ് ഇതര ഇടപാടുകൾ എന്ന് പറയാം. അത്തരത്തിലുള്ള ഇടപാടുകളെല്ലാം നമ്മൾക്ക് ജേണൽ വൗച്ചറിലൂടെ രേഖപ്പെടുത്താം. ഇപ്പം നേരത്തെ നമ്മൾ 9 തരത്തിലുള്ള വൗച്ചറുകൾ കണ്ടു. ഈ വൗച്ചറുകളിലൂടെ രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഇടപാടുകളാണ് സാധാരണമായി ജേണൽ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്നത്. ഈ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഇനങ്ങളാണ് ജേണൽ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുക. ഒന്ന് ക്ലോസിംഗ് എൻട്രീസ്. ലെഡ്ജർ അക്കൗണ്ടുകൾ അവസാനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ജേണൽ എൻട്രികൾ ക്ലോസിംഗ് എൻട്രീസ്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ധനകാര്യ പത്രികയിലേക്ക് ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ജേണൽ എൻട്രികളുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കുള്ള ജേണൽ എൻട്രികളുണ്ട്. ഇത്തരത്തിലുള്ള ജേണൽ എൻട്രികളെയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ഇത് ജേണൽ വൗച്ചറിലൂടെയാണ് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തികളുടെ കടമായുള്ള വാങ്ങലുകൾ അത് ജേണൽ വൗച്ചറിലൂടെയാണ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തികളുടെ കടമായുള്ള വിൽപ്പന. ക്രെഡിറ്റ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തികളുടെ കടമായുള്ള വിൽപ്പന. അതുപോലെ തന്നെ റെക്ടിഫയിങ് എൻട്രീസ്, തിരുത്തൽ ജേണൽ എൻട്രികൾ. തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ ആയി ഉപയോഗിക്കുന്ന ജേണൽ എൻട്രികളാണ് ഇവ. അതുപോലെ തന്നെ വിഡ്രൂ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉടമസ്ഥൻ സാധനങ്ങൾ പിൻവലിച്ചു. കാരണം ജേണൽ എൻട്രി ഇതാണ്. ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് ഇവിടെ വരുന്ന ജേണൽ എൻട്രി. ഇത്തരത്തിലുള്ള ഇടപാടുകളാണ് ഈ ജേണൽ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുക. ഈ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്ന ഇനങ്ങളാണ് ക്ലോസിംഗ് എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, റെക്ടിഫയിങ് എൻട്രീസ്, ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ്, വിഡ്രൂ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഇങ്ങനെ നമ്മൾ 10 തരത്തിലുള്ള വൗച്ചറുകളാണ് ഒരു വ്യാപാര സ്ഥാപനത്തിൽ നടന്ന ഇടപാടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വൗച്ചർ ടൈപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഈ വൗച്ചറിലൂടെ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾ ഏതെല്ലാമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം നോട്ട്ബുക്കിൽ ഇവയുടെ നോട്ട് രേഖപ്പെടുത്തുക. സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.